നവംബർ മാസം അല്ലേ ആണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാർഷികം എന്നുള്ള രീതിയിൽ നമ്മൾ NCC ഡേ ആഘോഷിക്കുന്നു. NCC എപ്പോഴും ഒരു അത്ഭുതമാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള യൂത്താണ് അവിടെ കണ്ടത്. അത്ഭുതം പോലെയുള്ള യൂത്ത്. എല്ലാവരും അവരവരുടെ പ്രവർത്തികളിൽ മുഴുകി ഒരു ഡിസിപ്ലിൻഡായിട്ട് ഇങ്ങനെ പോയി. എല്ലാ ചെറുപ്പക്കാരും അതിൽ വാസ്റ്റ് മെജോറിറ്റി കണ്ടിരിക്കുന്നത് പെൺകുട്ടികളാണ്. എൻ്റെ മകളും അവിടെ വർക്ക് ചെയ്യാണ്. എന്നാലും ആ ഒരു ഡിസിപ്ലിൻ എൻവയോൺമെന്റിൽ നിന്ന് അത്തരം ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മാറ്റം അതിഭയങ്കരം. അത് നമ്മുടെ പ്ലേസ്മെന്റുകളും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേപോലെ ഒരു എൻവയോൺമെന്റിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റിലേക്ക് പോകുമ്പോൾ ഇവർക്കുണ്ടാക്കാൻ പോകുന്ന മാറ്റം. എനിക്ക് ഏറ്റവും വളരെ സന്തോഷം തോന്നിയത് കഴിഞ്ഞ തവണ നമ്മൾ NCC ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അപ്പൊ എന്നാണ് NCC ആരംഭിച്ചതെന്ന് അറിയോ ആർക്കെങ്കിലും? എന്നാ 1948 നമ്മൾ NCC എന്ന രീതിയിൽ ആരംഭിച്ചത്. പക്ഷെ 1917 യൂണിവേഴ്സൽ കോർപ്സ് എന്ന രീതിയിലായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ആർമി എന്തായിട്ട് യൂണിവേഴ്സൽ കോർപ്സ് ആയിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് അതിനുശേഷമാണ് 1947 ജൂലൈ 16 അത് NCC ആയിട്ട് രൂപീകരിച്ചു. പിന്നീട് 1948 പണ്ഡിറ്റ് HN കുരിശ്ശിന്റെ കമ്മിറ്റിയുടെ പ്രകാരം നവംബർ ലാസ്റ്റ് സൺഡേ, അതായത് 4th സൺഡേ ആണ് നമ്മൾ NCC ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഇതായതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് സ്റ്റേഷന് പരീക്ഷ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്കായിട്ട് നമ്മൾ ഡേ ആചരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം, NCC എന്നത് ലോകത്തിലെ തന്നെ ഒരു വലിയ സംഘടന തന്നെയാണ്. ഒരു സ്റ്റുഡൻസിന്റെ ബേസിൽ തന്നെ നമുക്കറിയാം, ഇത്രയും വലിയൊരു സംഘടന മറ്റൊരു രാജ്യത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം, സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന രീതിയിലാണ് ഇതിനെ രൂപീകരിച്ചത്. കാരണം നമുക്ക് നാളെ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയോ ഉണ്ടായാൽ ഒരു കൂട്ടം ഒരു കാലം തിരികെ കരുതനായി കണ്ണിലൂന്നു അരികെ
വാഹനേ